ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എയറോപ്ലെയിൻ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. സോ അതിന്റെ ലെങ്ത് തരും, വിങ്സിന്റെ ടോട്ടൽ ലെങ്ത് തരും, അതുപോലെ തന്നെ അതിന്റെ വെലോസിറ്റി തരും, മാഗ്നറ്റിക് ഫീൽഡ് തരും. സോ അങ്ങനെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് കണ്ടിട്ടുണ്ട്. ദെൻ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും. ഒരു കോയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മൂലം ആ കോയിലിൽ തന്നെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം നെയ്ബറിംഗ് കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അപ്പോൾ ഫ്ലക്സിനനുസരിച്ചാണ് കറണ്ട് ഉണ്ടാകുന്നത്. സോ സെൽഫ് ഇൻഡക്റ്റൻസ് പറയുമ്പോൾ φ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു I എന്ന് വരും. ഹിയർ ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് L. സോ N ടേൺസ് ഉണ്ടെങ്കിൽ N φ ഈസ് ഈക്വൽ ടു Li എന്ന് വരും. അതാണ് ആ ഇക്വേഷൻ അവിടെ കണ്ടിരിക്കുന്നത്. EMFന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, -dφ/dt ആണ്. അതിൽ നിങ്ങൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ വേരിയേഷൻ വരുത്തുന്നതാണ് -L × di/dt. ദെൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുമ്പോൾ ദാറ്റ് ഈസ് -M × di/dt. ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ ലോങ് സോളിനോയിഡ് ആണ്. അത് L ലെങ്ത് ഉള്ള ഒരു ലോങ് സോളിനോയിഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലുണ്ടാകുന്ന ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ആണത്. ഇഫ് N ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, L ആണ് ലെങ്ത് എന്ന് വിചാരിക്കുക, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ന്യൂമറിക്കൽസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കൊയാക്സിയൽ സോളിനോയിഡ്സ് ആണെങ്കിൽ അതിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് μ0 × N1 × N2 A/L എന്ന് എടുക്കുക, ബിക്കോസ് അവിടെ 2 കോയിൽസ് ആണുള്ളത്. ഇതല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ സപ്പോസ് അവിടെ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പം ആ മെറ്റീരിയലിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടി നിങ്ങൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. μ0 × μr എന്ന് പറഞ്ഞ ഇക്വേഷൻ വരും. അതാണ് അവിടെയുള്ള മാറ്റം. ആപ്ലിക്കേഷൻസ് ഓഫ് എഡി കറണ്ടും നിങ്ങൾ നോക്കി വയ്ക്കുക. ഹൗ ടു മിനിമൈസ് ദ എഡി കറണ്ട് ലോസ് എന്നുള്ളതും നിങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസിനേക്കാൾ കൂടുതലായിരിക്കും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ പ്രൈമറിയിൽ കൂടുതലും സെക്കൻഡറിയിൽ കുറവുമായിരിക്കും. ഓക്കെ, സോ അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻ VS/Vp = NS/Np = Ip/Is. അത് നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഇക്വേഷൻ വന്നേക്കുന്നത്. ബട്ട് പവർ ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. അതായത് Vp × Ip. നമുക്കറിയാം ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ V × I ആണ്. Vp × Ip Vs × Is ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോഷണൽ EMFന്റെ സെക്ഷനും ഫാരഡേസ് ലോയും സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ സെക്ഷനുകളും കൂടുതലായിട്ട് നോക്കുക. സോ ഇതിൽ നിന്നായിരിക്കും ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. +2 പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ അവരുടെ പേരൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.